വെൽക്കം ടു ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾ ഇവിടെ ലണ്ടനിലുള്ള എവർ ആഫ്റ്റർ ഗാർഡൻ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പം ഞങ്ങൾ ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഗുഡ് നൈസ് എന്നൊരു സ്റ്റേഷനിൽ നിന്നാണ്. ഞങ്ങളുടെ അടുത്തുള്ള എലിസബത്ത് ലൈൻ്റെ സ്റ്റേഷനാണിത്. അപ്പം നമുക്ക് പോകേണ്ട ട്രെയിന് എലിസബത്ത് ലൈനാണ്. ഇത് നമ്മുടെ പാട്ടിൻ്റെ അപ്പം നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പ് ബോണ്ട് സ്ട്രീറ്റ് എന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മളിനി ഗാർഡനിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ബോണ്ട് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഇവിടുന്ന് ഗാർഡനിലോട്ട് പോവാം. അപ്പം നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം നമ്മൾ നടക്കുന്ന വഴി ഫുള്ള് ഇതേ ലൈറ്റുകളൊക്കെയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസ് ട്രീയും ലൈറ്റും മൊത്തം നല്ല രസമാണ് നൈറ്റ് കാണാൻ. അപ്പം നല്ല തിരക്കാണ് ഇവിടെ. കാരണം ഓൾറെഡി ഞങ്ങൾ പോയത് വീക്കെൻഡ് ടൈമാണ്, സാറ്റർഡേ സൺഡേ ആണ്. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ അതേ നമ്മൾ നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അതിൻ്റെ ഒരു ഓപ്പണിങ്ങിലാണ് വന്നത്. അതിൻ്റെ ഒരു 2-3 ഓപ്പണിങ്സുകളുണ്ട് ഇതിന്, ഈ ഒരു ഗാർഡന്. അപ്പം ഇത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ട് ഇത് ഇങ്ങനെ എവർ ആഫ്റ്റർ ഗാർഡൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അകത്ത് കയറിയപ്പോഴേ കണ്ടത് റോസാപ്പൂ തോട്ടമാണ്. നല്ല കത്തുന്ന റോസാപ്പൂക്കളുടെ തോട്ടത്തിൽ നിറയെ ആൾക്കാരാണ്. കാരണം നല്ല തിരക്കാണ്. അപ്പോൾ അതേ നമുക്ക് റോസാപ്പൂ തോട്ടങ്ങളൊന്ന് കണ്ടിട്ട് വരാം. എത്ര ഇതിലുണ്ട് ഇതില്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ സ്ഥലങ്ങൾ നല്ല രസമാണ്. മൊത്തം ഫ്ലവേഴ്സാണ്. പിന്നെ ഇവിടെ ഫ്രീ എൻട്രി ആണ്. പിന്നെ നമ്മുടെയൊക്കെ വിഷസ് എഴുതി നമുക്കിവിടെ ഈ പൂക്കൾ വെക്കാം കേട്ടോ. ഇവിടെ കുറേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിയ പൂക്കളുണ്ട് ഇവിടെ. അപ്പോൾ അതിനുവേണ്ടി തന്നെ അവിടെ കൗണ്ടറുണ്ട്. നമ്മൾ അവിടെ കൊണ്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ പേരൊക്കെ എഴുതി വെക്കും. ഇത് അതിന് നടക്കുന്നവരുള്ള കേട്ടോ. അത് ഇങ്ങനെ നടക്കാം ഇതിൻ്റെ അകത്തൂടെ. ഇതിനോട് ചേർന്നൊരു ചെറിയ സ്പേസ് ഉണ്ട്. കുറേ പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത്. ആ പൂക്കൾ ഡൊണേറ്റ് ചെയ്ത ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് പീസുകളിൽ എഴുതി കൊടുക്കാം. അങ്ങനെയൊക്കെ എഴുതുന്ന ആൾക്കാരായിട്ട് ഇവിടെ കാണുന്നത്. അപ്പം ഇതിനോട് തൊട്ടടുത്തത് ഒരു കുഞ്ഞി കൗണ്ടറുണ്ട്. ആ ഒരു കൗണ്ടറിൽ നമുക്ക് പൂക്കൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പേയ്മെൻറ്റ്, ക്യാഷ് ആൻഡ് ക്യാരി, അങ്ങനത്തെ മറ്റു പേയ്മെൻറ്റും എല്ലാം ഉണ്ട്. അപ്പം മിനിമം 10 പൗണ്ടാണ് ഒരു ഫ്ലവറിന്. ഇത് കറക്റ്റ് ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്രിസ്മസിനല്ല, ഒരു നവംബർ 4 തൊട്ട് ഡിസംബർ 18 വരെയായിരുന്നു നമ്മുടെ 2024 ഇത് ഓപ്പൺ ആയിരുന്നത്. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്.
ഇതൊരു ഗാർഡൻ അല്ല, ഇതൊരു ചാരിറ്റി സെൻ്ററാണ്. ഇത് ക്യാൻസർ ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇത് നടത്തുക. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ പൂക്കളൊക്കെ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എവർ ആഫ്റ്റർ ഗാർഡനും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നിങ്ങൾ അടുത്താണ് ഈ സ്ഥലമെങ്കിലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് പോയി നോക്കണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.